Dear students, arithmetic sequences എന്നുള്ള പാഠം ആ ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് പേജ് 35 ആൻഡ് 36ലുള്ള ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് each of the arithmetic sequences below. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെയും ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് കാണണം. ഓക്കെ, അപ്പോൾ ഇവിടെ 5 അരിത്തമെറ്റിക് സീക്വൻസസ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നോ രണ്ടോ അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് ഞാൻ കാണും. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരികയാണ്. അതിൽ ഒന്നാമത്തത് 11, 22, 33 എക്സെട്ര. എങ്ങനെയാണ് അതിൻ്റെ സമ്മ് കാണുന്നത് നോക്കുക. 11, 22, 33 എക്സെട്ര. The first term is x1. x1 is 11. The common difference is 11. That is 22 minus 11 is equal to 11. Then we want to find the sum of first 25 terms. So the formula is xn is equal to n by 2 into x1 plus xn. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമ്പർ ഓഫ് ടേംസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. അപ്പോൾ ഫസ്റ്റ് 25 ടേംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 11 ആയിരിക്കും. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 25th ടേമാണ്. അപ്പോൾ 25th ടേം നമ്മൾ കാണണം. അപ്പോൾ x25 അതാണ് 25th ടേം is equal to x1 plus 24d ആണ്. ഓക്കെ, 24d. And first term is 11. Then 24d, 24 into 11. Common difference also we got 11. Then when we multiply and add 11, we'll get what? 275. Okay. So 275 is the 25th term. Then S25 means the sum of 25 terms, that is equal to n by 2 into x1 plus xn. And we got 25 because sum of first 25 terms എന്ന് പറയുന്നുണ്ട്. അപ്പോൾ n means 25 number of terms. So 25 by 2 into first term is 11 and last term we got 25th term, that is 275. Adding these two we get 286. Then 25 by 2 into 286. When we simplify we get 3575. Okay, ഇത് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് 3575 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 11, 22, 33 എക്സെട്ര എന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് കണ്ടെത്താം. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല എന്താണ്? n by 2 into x1 plus xn. ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം. ഇവിടെ ലാസ്റ്റ് ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ടേംസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, ആ ആഡ് ചെയ്യുന്ന ടേംസിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും ലാസ്റ്റ് ടേം. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ 12, 23, 34 എക്സെട്ര. So the first term is 12 and common difference d is 23 minus 12, that's equal to 11. Okay, ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മാണ് കണ്ട്. ഇപ്പോൾ 25 ടേംസിൽ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് x25 ആണ്. ഓക്കെ, അപ്പം തൊട്ട് മുമ്പ് ചെയ്ത പോലെ തന്നെ x25 is equal to x1 plus 24d. x1 എത്രയാണ്? 12 ആണ്. സോ 12 plus 24 into 11. Multiply these two and with that you can add 12, then you will get 276. So x25 അതായത് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? 276 ആണ്. So S25 means the sum of first 25 terms, that is equal to n by 2. n by 2 means 25 by 2 plus x1 plus xn. x1 is 12 and xn means last term, that is 25th term, that is 276. So add these two, you will get 288, then 25 by 2. So multiplication division എല്ലാം ചെയ്തു കഴിഞ്ഞാൽ you will get 3600. Okay, so the sum of first 25 terms is 3600. ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ആൻസേഴ്സ് ഞാൻ കണ്ടെത്തി. ഇനി
ഇതേപോലെ തന്നെ ബാക്കി 3 കൂടെ ഉണ്ട്. Third one is 21, 32, 43, etc. Next one 19, 28, 37, etc. The last one is 1, 6, 11, etc. ഇത് മൂന്നും ഇപ്പം ഞാൻ ചെയ്ത് കാണിച്ച അതേപോലെ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കാം. Okay, second question. What is the difference between the sum of the first 20 terms and the next 20 terms of an arithmetic sequence 6, 10, 14, etc. 6, 10, 14, etc. എന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ആ അരിത്തമെറ്റിക് സീക്വൻസിന് ധാരാളം ടേംസ് ഉണ്ടാവും. ഓക്കെ, ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ടേംസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് 25 ടേംസിൻ്റെ സമ്മ് കാണാം. അതിന് ശേഷം വരുന്ന 25 ടേംസ്, സോറി 25 ടേംസ് അല്ല, 20 ടേംസ്. ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കാണാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം മുതൽ 20th ടേം വരെയുള്ള ടേംസ് എല്ലാം ആഡ് ചെയ്താൽ കിട്ടുന്ന സമ്മ് എത്ര. പിന്നെ നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞാൽ 21st ടേം മുതൽ 40th ടേം വരെയുള്ള ടേംസ്, ആ ടേംസിൻ്റെ സമ്മ് എത്ര. ഈ രണ്ട് സമ്മും കണ്ടിട്ട് ആ രണ്ട് സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ്. ഓക്കെ, ആദ്യത്തെ 20 ടേംസിൻ്റെ സമ്മ് കാണാം, അതിന് ശേഷം വരുന്ന 20 ടേംസ്, ദാറ്റ് മീൻസ് 21st മുതൽ 40th വരെയുള്ള ടേംസിൻ്റെ സമ്മ്. ഈ രണ്ട് സമ്മും കണ്ടിട്ട് ആ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ സമ്മ് കണ്ടുകൊണ്ടും ഡിഫറൻസ് കാണാം, സമ്മ് കാണാതെ നമുക്ക് ഡിഫറൻസ് കാണാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സമ്മ് കാണാതെ ഡിഫറൻസ് കാണാനാണ് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ വേഗം ആൻസറിലേക്ക് വരാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പേ ഒരു ചെറിയ എക്സാമ്പിളിലൂടെ ഒന്ന് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഫസ്റ്റ് ടേം 2 കോമൺ ഡിഫറൻസ് 3 ആയിരിക്കുക. അപ്പോൾ 2 + 3 5, 5 + 3 8, എക്സെട്ര അങ്ങനെ പോവുകയാണ്. അപ്പോൾ 8, then 11, 14, 17, 20, ഓക്കെ 23. ഇപ്പോൾ ഫസ്റ്റ് 4 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 4 ടേംസ്, അതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് കണ്ടിട്ട് ഡിഫറൻസ് കാണാൻ നമ്മൾ പറഞ്ഞു വിചാരിക്കാം. ഫസ്റ്റ് 4 ടേംസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നെക്സ്റ്റ് 4 ടേംസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ നമ്മൾ പറഞ്ഞാൽ വാട്ട് ഈസ് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ്? 2 + 5 7, 7 + 8 15, 15 + 11 26. ഓക്കെ, ഇവിടെ സമ്മ് എത്ര കിട്ടി? 26 എന്ന് കിട്ടി. നെക്സ്റ്റ് 4 ടേംസ് 23 + 20 43, 43 + 17 60, 60 + 14 74. ഓക്കെ, ഇവിടെ സമ്മ് നമുക്ക് 74 കിട്ടി. ഇപ്പോൾ ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് 26, നെക്സ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് 74. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 74 - 26. ഓക്കെ, എത്ര കിട്ടുക? 74 - 26 ഈസ് ഈക്വൽ ടു 48 ഉണ്ടാവും. ഓക്കെ, ഇതാണ് ശരിക്കും നമ്മൾ കാണേണ്ടത്. ഇപ്പോഴത്തെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ചോദ്യം. ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മും നെക്സ്റ്റ് 4 ടേംസിൻ്റെ സമ്മും കണ്ടിട്ട് ആ സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് മറ്റൊരു രീതിയിൽ കാണാം. ഈ ഫസ്റ്റ് ടേമും ഈ 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക എത്രയാണെന്ന്. ഫസ്റ്റ് ടേമും 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് 4 ടേംസ് ആണല്ലോ, ആ ഫസ്റ്റ് 4 ടേംസിലെ ഫസ്റ്റ് ടേമും നെക്സ്റ്റ് 4 ടേംസ് പറഞ്ഞാൽ നെക്സ്റ്റ് 4 ടേംസിലെ ഫസ്റ്റ് ടേമും, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കാണുന്നു. അപ്പോൾ 14 - 2 ഈസ് ഈക്വൽ ടു എത്രയായി? 12. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഫസ്റ്റ് 4 ടേംസ്, ഓക്കെ ഫസ്റ്റ് 4 ടേംസ് നെക്സ്റ്റ് 4 ടേംസ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 4. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് 4 മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയായി?
48. അപ്പോൾ ഇത് രണ്ടും സെയിം ആൻസറാണ്. ഓക്കെ, രണ്ടും സെയിം ആൻസറാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് കാണാം. ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് കാണുന്നു, നെക്സ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് കാണുന്നു, എന്നിട്ട് ആ സമ്മുകൾ തമ്മിൽ ഡിഫറൻസ് കാണുന്നു. അങ്ങനെ കാണുന്നതിന് പകരം ഫസ്റ്റ് ടേമും, അതായത് ഫസ്റ്റ് 4 ടേംസിലുള്ള ഫസ്റ്റ് ടേമും നെക്സ്റ്റ് 4 ടേംസിലുള്ള ഫസ്റ്റ് ടേം, അതായത് 5th ടേം, ഈ 5th ടേമും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്നു. ആ ഡിഫറൻസിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 4 ആണ്. ഫസ്റ്റ് 4 ടേംസ്, നെക്സ്റ്റ് 4 ടേംസ്, അങ്ങനെ. അപ്പോൾ 4 ടേംസ് ഇതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 4 ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അങ്ങനെയും കാണാം. അപ്പോൾ ഈ സെക്കൻഡ് മെത്തേഡ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് വളരെ വേഗം ആൻസറിലേക്ക് വരാം. നിങ്ങൾ ഫസ്റ്റ് ടേം അനുസരിച്ചും ഇതേ ആൻസർ തന്നെ കിട്ടുമെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യണം. അപ്പോൾ നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ദ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 6, 10, 14 etc. So the first term is 6. The common difference is 4. അപ്പോൾ ഫസ്റ്റ് 20 ടേംസ്, നെക്സ്റ്റ് 20 ടേംസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നെക്സ്റ്റ് 20 ടേംസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 21st ടേമാണ്. ഓക്കെ, 21st ടേം, ദാറ്റ് ഈസ് x21. സോ x21 ഈസ് ഈക്വൽ ടു x1 പ്ലസ് 20d, x1 plus 20d. x1 is 6 and 20 into d is 4. So multiply these two and add 6, you will get 86. Okay, അപ്പോൾ 21st ടേം എന്ന് പറയുന്നത് 86 ആണ്. അപ്പോൾ ഈ 21st ടേമും ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. ഓക്കെ, ദാറ്റ് ഈസ് x21 മൈനസ് x1, ദാറ്റ് ഈസ് ഈക്വൽ ടു 86 മൈനസ് 6, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 80. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 20 ആണ്. ഫസ്റ്റ് 20 ടേംസ്, നെക്സ്റ്റ് 20 ടേംസ്, അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 20 ആണ്. ഓക്കെ, സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 20 ടേംസ് ആൻഡ് ദ നെക്സ്റ്റ് 20 ടേംസ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു x21 മൈനസ് x1. ഓക്കെ, x21 മൈനസ് x1 എത്ര കിട്ടി? 80 കിട്ടി. ആ 80 എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ടേംസ് ആയ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 20 ഇൻറ്റു 80 ദാറ്റ്സ് ഈക്വൽ ടു 1600. അപ്പോൾ ആദ്യത്തെ 20 ടേംസും അതിന് ശേഷം വരുന്ന 20 ടേംസും ഇവയുടെ സമ്മുകൾ. ഓക്കെ, ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മും നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മും, അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ്, ആ സംസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1600 ആണ്. അപ്പോൾ ഈ മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കാണാം, അതിന് ശേഷം വരുന്ന 20 ടേംസിൻ്റെ സമ്മ് കാണാം, എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് കണ്ടു നോക്കാം. എന്നിട്ട് ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി മറ്റൊരു മെത്തേഡും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ആൻസറിലേക്ക് വരാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ മെത്തേഡ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ ഈ മെത്തേഡിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നോക്കാം. നമ്പർ ഓഫ് ടേംസ് 20, n is equal to 20 and common difference is what? 4. കോമൺ ഡിഫറൻസ് 4. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മും നെക്സ്റ്റ് 20 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ നമുക്ക് മറ്റൊരു ഫോർമുല ഉപയോഗിക്കുക. ദാറ്റ് ഫോർമുല ഈസ് ഡിഫറൻസ് ഈസ് n സ്ക്വയർ ഡി. ഓക്കെ, n സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസിൻ്റെ സ്ക്വയർ. നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 20. അപ്പോൾ 20 സ്ക്വയർ ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് 4. 20 സ്ക്വയർ എത്രയാണ്? 400. 2ൻ്റെ സ്ക്വയർ 4 ആണെങ്കിൽ 20 സ്ക്വയർ 400 ആണ്. 400 ഇൻറ്റു 4 ദാറ്റ് ഈസ് 1600. അപ്പോൾ 1600ലേക്ക് നമുക്ക് ഇങ്ങനെയും വരാം. ഓക്കെ, വളരെ എളുപ്പത്തിൽ വരാം. ഇതൊരു ഈസി മെത്തേഡാണ്. പക്ഷേ ഈ മെത്തേഡിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട മെത്തേഡ് ഇതാണ്. ഓക്കെ, എല്ലാം കറക്റ്റ് തന്നെയാണ്. പക്ഷെ ചിലപ്പം ഒരു 4 മാർക്സ് 5 മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ ശരിക്കും ചെയ്യേണ്ട മെത്തേഡ് ഇതാണ്. ഇത് ഒരു ഫോർമുല വെച്ചുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്താലും ആൻസർ വരും എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരികയാണ്. ഓക്കെ, ഇനി ഞാനിവിടെ കാണിച്ചിരുന്ന എക്സാമ്പിൾ ഉണ്ടല്ലോ, ആ എക്സാമ്പിളിലും ഇപ്പോൾ പറഞ്ഞ n സ്ക്വയർ ഡി എന്നുള്ളത് ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ n എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ 2 + 3 5, 5 + 3 8. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് വാട്ട്? 3 ആണ്. ഓക്കെ, 3.
അപ്പോൾ 4 square is equal to 16. 16 into 3 is equal to, that also is what? 48. അപ്പോൾ ഈ മെത്തേഡിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ 3 മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ 3 മെത്തേഡിലും ആൻസേഴ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് 2 മെത്തേഡിലൂടെ ഞാൻ ചെയ്തു. മൂന്നാമത്തെ മെത്തേഡ് നിങ്ങൾക്ക് ചെയ്തു തരാൻ നിങ്ങൾ തന്നെ ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഗോ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ് തേർഡ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നു നോക്കാം. കാൽക്കുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സംസ് of the first 20 terms of the arithmetic sequences 6, 10, 14 etc. and 15, 19, 23 etc. ഓക്കെ, മേലെ ഉള്ള ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും തമ്മിലുള്ള ഡിഫറൻസ്, മേലെയുള്ള ക്വസ്റ്റ്യനിൽ ഒരൊറ്റ അരിത്തമെറ്റിക് സീക്വൻസ് തന്നെയാണ്. ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മും അതിന് ശേഷം വരുന്ന 20 ടേംസിൻ്റെ സമ്മും തമ്മിലുള്ള ഡിഫറൻസാണ് കാണേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം? ഈ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസസ് തന്നു. എന്നിട്ട് കാൽക്കുലേറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ സംസ് ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ്. അതായത് ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കാണാം, രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് 20 ടേംസിൻ്റെ സമ്മ് കാണാം, എന്നിട്ട് അവ തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അതാണ് ക്വസ്റ്റ്യനിലുള്ള ഒരു ഡിഫറൻസ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ 2 അരിത്തമെറ്റിക് സീക്വൻസസ് തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് സീക്വൻസസ് നമ്മളിവിടെ എഴുതുന്നു. അരിത്തമെറ്റിക് സീക്വൻസസ് ആർ 6, 10, 14 എക്സെട്ര. ഓക്കെ, 15, 19, 23 എക്സെട്ര. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഡി ഈസ് ഈക്വൽ ടു 4. രണ്ടാമത്തെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് അതും എത്ര തന്നെയാണ്? 4 ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 2 അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണ്. ഓക്കെ, ഡി ഈസ് ഈക്വൽ ടു 4 ആണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടേംസ് ഈസ് ഈക്വൽ ടു 15 മൈനസ് 6. അത് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും അടുത്ത അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അത് ദാറ്റ് ഈസ് 15 മൈനസ് 6. 15 മൈനസ് 6 ഈസ് ഈക്വൽ ടു 9. കഴിഞ്ഞ കണക്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് 20 ടേംസ് നെക്സ്റ്റ് 20 ടേംസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് 20 ടേംസിലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 6 ആയിരുന്നു. അടുത്ത 20 ടേംസിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 21st ടേം ആയിരുന്നു. ആ 21st ടേം എത്രയായിരുന്നു? 86 ആയിരുന്നു. ഓക്കെ, ആ 86ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടു. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 6. ഓക്കെ, അടുത്ത അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എത്രയാണ്? 15. ഇവ തമ്മിലുള്ള ഡിഫറൻസ് കാണും. ഓക്കെ, 15 മൈനസ് 6 ദാറ്റ്സ് ഈക്വൽ ടു 9. എന്നിട്ട് ആ ഡിഫറൻസിനെ എന്ത് ചെയ്യുക? എത്ര ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസാണ് കാണാൻ പറഞ്ഞത്? 20 ടേംസുകളുടെ സംസുകൾ. ഓക്കെ, 20 ടേംസിൻ്റെ സംസ് തമ്മിലുള്ള ഡിഫറൻസാണ് കാണാൻ പറഞ്ഞത്. അതുകൊണ്ട് അതിനെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ കിട്ടിയ ഡിഫറൻസിനെ 15 മൈനസ് 6 ഈസ് ഈക്വൽ ടു 9 എന്നുള്ള ഡിഫറൻസിനെ എന്ത് ചെയ്താൽ മതി? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടേംസ് ഈസ് ഈക്വൽ ടു 15 മൈനസ് 6 ഈസ് ഈക്വൽ ടു 9. ദെർഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സംസ് ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് 2 അരിത്തമെറ്റിക് സീക്വൻസസ്, ഈ 2 അരിത്തമെറ്റിക് സീക്വൻസസിൻ്റെയും ഫസ്റ്റ് 20 ടേംസിൻ്റെ സംസ് തമ്മിലുള്ള ഡിഫറൻസ് കിട്ടാൻ ഈ ഡിഫറൻസിന് എന്ത് ചെയ്താൽ മതി? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 20 × 9 ഈസ് ഈക്വൽ ടു 180. ഇതായിരിക്കും സമ്മുകൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നിങ്ങൾക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 20 ടേംസിൻ്റെ സമ്മ് കാണാം. n/2 × x1 പ്ലസ് xn എന്നുള്ള ഫോർമുല വെച്ച്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 20 ആയതുകൊണ്ട് n/2 പകരം 20/2 എന്ന് എഴുതുക. x1 പകരം 6 കൊടുക്കുക. പിന്നെ xn ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x20. അപ്പോൾ ഈ സീക്വൻസിൽ x20 നിങ്ങൾ കണ്ടുപിടിക്കുക. അത് xn പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് സമ്മ് കണ്ടെത്തുക. അതേപോലെ തന്നെ സെക്കൻഡ് അരിത്തമെറ്റിക് സീക്വൻസിന് n/2 × x1 പ്ലസ് xn. n/2 മീൻസ് 20/2. x1 മീൻസ് 15. xn എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിലുള്ള 20th ടേം, ദാറ്റ് ഈസ് x20 കാണാം. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സമ്മ് കാണാം. എന്നിട്ട് ഈ രണ്ടാമത്തെ സമ്മിൽ നിന്ന്
ആദ്യത്തെ സമ്മ് മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180 തന്നെയല്ലേ കിട്ടുക എന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, സി വാട്ട് ഈസ് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സം ഓഫ് all 3-digit numbers which are multiples of 9. Okay, find the sum of all 3-digit numbers. 3-digit നമ്പേഴ്സിൻ്റെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. ആ 3-digit നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. മൾട്ടിപ്പിൾസ് ഓഫ് 9 ആയിട്ടുള്ള 3-digit നമ്പേഴ്സ്. 3-digit നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 100-ലാണ്, അവസാനിക്കുന്നത് 999-ലാണ്. ഓക്കെ, ധാരാളം 3 നമ്പേഴ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും സമ്മ് നമ്മൾ കാണേണ്ടതില്ല. 3-digit നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ മൾട്ടിപ്പിൾസ് ഓഫ് 9 ആയിട്ടുള്ള 3-digit നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടോ അവയുടെ സമ്മാണ് നമ്മൾ കാണേണ്ടത്. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ഓൾ 3-digit നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. ഓക്കെ, എങ്ങനെയാണ് കാണാൻ നോക്കുക. 3-digit നമ്പേഴ്സ് ആർ starting from 100 and ending in 999. So 100, 101, etc. 999. ഇതെല്ലാം എന്താണ്? 3-digit നമ്പേഴ്സാണ്. ഇനി ഇവയിൽ നിന്ന് ഈ പറഞ്ഞ പ്രത്യേകതയുള്ള, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 9 ആയിട്ടുള്ള 3-digit നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തുന്നു. എന്നിട്ട് അവയുടെ സമ്മാണ് കാണുന്നത്. അപ്പോൾ 100 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 9. 100 എന്തല്ല? 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്നാൽ 3-digit ഉള്ള ഫസ്റ്റ് നമ്പർ നമ്മൾ കണ്ടെത്തുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? 100നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറയുന്നതുകൊണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മൾട്ടിപ്പിൾ ഓഫ് 7 ആണ് പറയുന്നതെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഷ്യൻ്റ് 11 കിട്ടും, റിമൈൻഡർ 1 കിട്ടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ 100 9ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 100ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന 99 എന്നുള്ളത് എന്താണ്? 9ൻ്റെ മൾട്ടിപ്പിളാണ്. പക്ഷേ 99ൻ്റെ പ്രത്യേകത എന്താ? 99 ഈസ് നോട്ട് എ 3-digit നമ്പർ. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എല്ലാ നമ്പറും 3-digit ആയിരിക്കണം. മാത്രമല്ല 9ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പോൾ 99 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഫസ്റ്റ് ടേം അല്ല. അപ്പോൾ അടുത്ത 9ൻ്റെ മൾട്ടിപ്പിൾ ഏതാണ് നോക്കുക. 9ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന അടുത്ത നമ്പർ. അപ്പോൾ 99 9ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനോട് ഒരു 9 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 9ൻ്റെ നെക്സ്റ്റ് മൾട്ടിപ്പിൾ കിട്ടും. ഓക്കെ, അപ്പോൾ 99 പ്ലസ് 9 എത്രയായി? 108. അപ്പോൾ 108 ആണ് ഫസ്റ്റ് ടേം. ഓക്കെ, അപ്പോൾ ഡി കൊണ്ട് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഹിയർ ഡി ഈസ് ഈക്വൽ ടു 9. 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 7 ഈസ് ദ കോമൺ ഡിഫറൻസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 9. ഇപ്പോൾ ഫസ്റ്റ് ടേം ഏതാണ്? ഈ 100 പ്ലസ് 8. 100 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 99 ആണ് ഫസ്റ്റ്. അല്ല, 100ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന 99 ആണെന്ത്? 9ൻ്റെ മൾട്ടിപ്പിൾ. ബട്ട് ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ് ഈസ് നോട്ട് എ 3-digit നമ്പർ. അപ്പോൾ 3-digit നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ 99നോട് 9 100 ചെയ്യാം. ആഡ് ചെയ്യാം. 99നോട് 9 ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 100നോട് എത്ര ആഡ് ചെയ്താൽ മതി? 8 ആഡ് ചെയ്താൽ മതി. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. 100 പ്ലസ് 8. സോ x1 ഈസ് ഈക്വൽ ടു 100 പ്ലസ് 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 108. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റ് ടേം. ഈ ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം ഒക്കെ എന്തിനാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് സമ്മ് കാണാനുള്ള ഒരു ഫോർമുല ഉണ്ട്. n/2 × x1 പ്ലസ് xn. ഓക്കെ, നമ്പർ ഓഫ് ടേംസ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ആ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി 108. ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് xn കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് എന്താണ്? 999. കാരണം 3-digit നമ്പേഴ്സിലെ ലാസ്റ്റ് നമ്പർ 999 ആണ്. ഈ നമ്പർ ഇറ്റ്സെൽഫ് ഈസ് വാട്ട്? എ മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പോൾ നമ്മളതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം 999 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പോൾ ഇത് തന്നെയാണ് ലാസ്റ്റ് ടേം. ഓക്കെ, സോ xn ഈസ് ഈക്വൽ ടു 999.
അപ്പോൾ n/2 × x1 + xn എന്നുള്ള ഫോർമുല നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലേക്കുള്ള x1 കിട്ടി, xn കിട്ടി. ഇനി n1 നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് n = xn - x1 / d + 1. അതായത് ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഹോൾ ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ഓക്കെ, ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്ത് കിട്ടുന്ന നമ്പറിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ അതിനോട് 1 കൂടെ ആഡ് ചെയ്താൽ മതി. സോ 999 - 108 ഡിവൈഡ് ബൈ 9 + 1. ഇത് സിംപ്ലിഫൈ ചെയ്യാം. മൈനസ് ചെയ്തിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വാട്ട് 100 എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 100. അതിനുശേഷം സമ്മ് കാണാൻ നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സം ഈസ് ഈക്വൽ ടു n/2 × x1 + xn 100/2 × 108 + 999. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. കിട്ടുന്ന നമ്പറിനെ 100/2 എന്ന് പറഞ്ഞാൽ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 55,350 എന്ന് കിട്ടും. ഞാനിവിടെ ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക, അതിനെ 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇത് തന്നെയല്ലേ കിട്ടുന്ന നോക്കുക. ഇനി ഇതല്ല കിട്ടുന്നതെങ്കിൽ മറ്റെന്തെങ്കിലും നമ്പറാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസറാണ് കറക്റ്റെങ്കിൽ ആ കറക്റ്റ് ആൻസർ എഴുതി വെക്കുക. യു വാണ്ട് ടു ചെക്ക്. ഓക്കെ, ഞാൻ എഴുതി വെച്ച് അങ്ങനെ തന്നെ എഴുതി വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ഹൗ വി കാൽക്കുലേറ്റ് ദ സം ഓഫ് 3-digit numbers which are the multiples of 9. ഓക്കെ, 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 3-digit നമ്പേഴ്സിൻ്റെ സം ഇങ്ങനെയാണ് കാണുന്നത്. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് കുറേ ആൻസേഴ്സ് കണ്ടെത്താം. ഇങ്ങനെ ഫൈൻഡ് ദ സം ഓഫ് 3-digit numbers which are multiples of 8, which are multiples of 7, which are multiples of 6 എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. ഓക്കെ, ഇപ്പോൾ വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 8 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് ഇസ് 8. വിച്ച് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7 എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് 7. അത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് പകരം കോമൺ ഡിഫറൻസ് 8 വരുമ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 7 വരുമ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെയുള്ളൊരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ഈ മെത്തേഡ് തന്നെ നിങ്ങൾക്ക് വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ആൻസേഴ്സ് കണ്ടെത്തി നോക്കാവുന്നതാണ്. സോ പ്രാക്ടീസ്. ഓക്കെ, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ 4th ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5th one the expressions for the sum of n terms of some arithmetic sequences are given below. Find the expression for the nth term of each. ഇത് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ളതല്ല, അതുകൊണ്ട് തൽക്കാലം നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, വേണ്ടി വന്നാൽ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 6th one നോക്കുക. കാൽക്കുലേറ്റ് ഇൻ ഹെഡ് ദ സം ഓഫ് ദി ഫോളോയിങ് അരിത്തമെറ്റിക് സീക്വൻസസ്. അപ്പോൾ കാൽക്കുലേറ്റ് ഇൻ ഹെഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ മനക്കണക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മെൻ്റൽ കാൽക്കുലേഷൻ നടത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പേനയും പെൻസിലൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ എല്ലാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എല്ലാം എഴുതി ആൻസറിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ മനസ്സിൽ ഇതിൻ്റെ കാൽക്കുലേഷൻസ് നടത്തി ആൻസേഴ്സിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർമുല ഏതാണ് ഇപ്പം പഠിച്ച സം ഈസ് ഈക്വൽ ടു n/2 × x1 + xn എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ x1 എന്ന് പറയുന്നത് 51 ആണ്, xn എന്നുള്ളത് 70 ആണ്. ഇനി n കിട്ടണം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്. 51, 52, 53 etc. 70. അപ്പോൾ എത്ര ടേംസ് ഉണ്ടാവും എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദർ ആർ 20 ടേംസ് അല്ലേ. 51 മുതൽ 70 വരെ എത്ര ടേംസ് ഉണ്ടാവും? 20 ടേംസ് ഉണ്ടാവും. അപ്പോൾ n/2 എന്ന് പറഞ്ഞാൽ 20/2. 20/2 എത്രയാണ്? 10. ഓക്കെ, 10. പിന്നെ x1 + xn. x1 51, xn 70. അപ്പോൾ 70 + 51 121. അപ്പോൾ 121 × 10. 121 × 10 എന്ന് പറഞ്ഞാൽ എത്രയായി? 1210 ആകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയപ്പോൾ 1210 ആണ്. നമ്മൾ
പേപ്പറോ പേനൊന്നും ഉപയോഗിക്കാതാണ് കണ്ടെത്തി കഴിഞ്ഞത്. ഇതേപോലെ മെൻ്റൽ കാൽക്കുലേഷൻസ് നടത്താനാണ് പറയുന്നത് എല്ലാത്തിനും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒന്നിങ്ങനെ വിശദീകരിച്ച് പോവാം. നിങ്ങൾ സ്വന്തം കണ്ടെത്തുക തന്നെ വേണം. ഒന്ന് മനസ്സിൽ ചെയ്തു നോക്കാം എങ്ങനെയാണ് കണ്ടെത്തുക. അപ്പോൾ ഒന്ന് രണ്ട് സൂചനകൾ മാത്രം നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് വരാൻ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് വന്നാൽ ഫസ്റ്റ് ടേം 1.5 ആണ്, ലാസ്റ്റ് ടേം 12.5 ആണ്. ഇനി നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടണം. നമ്പർ ഓഫ് ടേംസ് എങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ബാക്കിയെല്ലാം നിങ്ങൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വരാം. 1.5, 2.5, 3.5, 4.5 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 1.5 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം, 2.5 സെക്കൻഡ് ടേം, 3.5 തേർഡ് ടേം. ഓക്കെ, അപ്പോൾ 12.5 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആയിരിക്കും എന്ന് നോക്കാം. എത്രാമത്തെ ടേം ആയിരിക്കും? 12th ടേം ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ നമ്പർ ഓഫ് ടേംസ് എത്രയുള്ളത്? 12 ആണ്. അപ്പോൾ n ഈസ് 12 എന്ന് കിട്ടി. അപ്പോൾ n/2 6. ഓക്കെ, ഇൻറ്റു x1 പ്ലസ് xn, x1 1.5, xn 12.5. അപ്പോൾ 12.5 പ്ലസ് 1.5 എന്ന് പറഞ്ഞാൽ എത്രയായി? 14 ആയി. നേരത്തെ കിട്ടിയ എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 × 14 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, മനസ്സിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക എത്രയാണ് കിട്ടുക എന്നുള്ളത്. 6 × 14 മൾട്ടിപ്ലൈ ചെയ്യാനുള്ള മാർഗ്ഗം എന്താ? 6 × 10 മൾട്ടിപ്ലൈ ചെയ്യുക, 6 × 4 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ. മൂന്നാമത്തതിൽ ഫസ്റ്റ് ടേം ഹാഫ്, ലാസ്റ്റ് ടേം 12.5. ഇനി എന്ത് കിട്ടണം? n കിട്ടണം, നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് കിട്ടാൻ ആദ്യം വരുന്നത് ഹാഫ്. ഇപ്പോൾ ഫസ്റ്റ് ടേം ഹാഫ്, സെക്കൻഡ് ടേം 1. ഓക്കെ, അപ്പോൾ 1 വരുമ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 2 ആണ്. ഹാഫ് വരുമ്പം നമ്പർ ഓഫ് ടേംസ് 1 ആണ്. 1.5 എന്ന് പറഞ്ഞാൽ തേർഡ് ടേം. അപ്പോൾ 1.5 വരുമ്പം നമ്പർ ഓഫ് ടേംസ് 3 ആയി. അതിലെ പൊസിഷൻ ഓഫ് ടേം 3 ആയി. ഇത് പൊസിഷൻ ഓഫ് ടേം 3 ആണ്. ഇവിടുന്ന് ഇവിടം വരെ എത്ര ടേംസ് ഉണ്ട്? 3 ടേംസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് 3 ആയി. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ഇപ്പോൾ 2 വരുമ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയായി? 4 ആയി. അപ്പോൾ എത്രയാണോ നമ്പർ, നമ്മൾ കാണുന്ന നമ്പർ എത്രയാണോ അതിന് ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് കിട്ടും. നമ്പർ ഓഫ് ടേംസ് അതുവരെ ഒന്നാമത്തെ മുതൽ അവിടം വരെ എത്ര ടേംസ് ഉണ്ടെന്നുള്ളത് കിട്ടും. അപ്പോൾ 12.5 ആണ് ലാസ്റ്റ് ടേം. അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടം വരെ എത്ര ടേംസ് ഉണ്ട് എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഡബിൾ എടുത്താൽ മതി. ഓക്കെ, 12.5ൻ്റെ ഡബിൾ എത്ര? 25. സോ നമ്പർ ഓഫ് ടേംസ് 25 എന്ന് കിട്ടി. അപ്പോൾ n/2 ഇൻറ്റു x1 പ്ലസ് xnലെ n 25 ആണ്. അപ്പോൾ 25/2 ഇൻറ്റു ഫസ്റ്റ് ടേം ഹാഫ്, ലാസ്റ്റ് ടേം 12.5. അപ്പോൾ 12.5 പ്ലസ് ഹാഫ് 13 ആയി. ഓക്കെ, അപ്പോൾ 25/2 ഇൻറ്റു 13 എന്ന് കിട്ടും. അത് നിങ്ങൾ മെൻ്റൽ കാൽക്കുലേഷൻ നടത്തുക. 25/2 എന്ന് പറഞ്ഞാൽ 12.5. 12.5നെ എന്ത് ചെയ്യാം? 13 കൊണ്ട് മൾട്ടിപ്ലൈ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? 25/2 ഇൻറ്റു 30ലെ 13നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ 25/2 ഇൻറ്റു 13, 25ൻ്റെ പകുതി 12.5, ദാറ്റ് ഇൻറ്റു 30. ഇത് നിങ്ങൾ മെൻ്റലി കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് തന്നെയാണ് ഇത് 25 ഇൻറ്റു 13/2. 25നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 13നെ 2 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടുക? 6.5 ആണ്. അപ്പോൾ 25 ഇൻറ്റു 6.5, 25നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, എത്ര കിട്ടുന്നു? അത് ഈസിയായിട്ട് കണ്ടെത്താൻ പറ്റും. പിന്നെ 25നെ 0.5 കൊണ്ട്, 25നെ 0.5 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 25ൻ്റെ നേർ പകുതി എടുത്താൽ മതി. എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. അപ്പോൾ അതെല്ലാം മെൻ്റൽ കാൽക്കുലേഷൻസ് ആണ്. അത് നിങ്ങൾ സ്വന്തമായി ചെയ്ത് നോക്കുക. പിന്നെ 7th ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദ സം ഓഫ് എനി നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 16, 24, 32 etc. starting from the first added to 9 gives a perfect square. ഇതും നമുക്കിപ്പോൾ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ള ടൈപ്പ് അല്ല, അതുകൊണ്ട് തൽക്കാലം നമ്മളത് വിടുന്നു. ഓക്കെ, നമുക്ക് പിന്നീട് ചെയ്യാവുന്നതാണ്. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ ആൻഡ് 9th ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.
8th question 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഇതൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേണിൽ ഫസ്റ്റിൽ 1 വന്നു, അടുത്ത ലൈനിൽ 2 നമ്പേഴ്സ്, അടുത്തതിൽ 3 നമ്പേഴ്സ്, അടുത്തതിൽ 4 നമ്പേഴ്സ്. അപ്പോൾ അടുത്തതിൽ എത്ര നമ്പേഴ്സ് വരും, അടുത്തതിൽ എത്ര നമ്പേഴ്സ് വരും, അല്ലെങ്കിൽ എത്ര ടേംസ് വരും എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദ പാറ്റേൺ എബോവ്. ഈ പാറ്റേണിലെ അടുത്ത 2 ലൈൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാറ്റേൺ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അടുത്ത 2 ലൈൻസിൽ ഒന്നിൽ 5 ടേംസ് ഉണ്ടാവും, അടുത്തതിൽ 6 ടേംസ് ഉണ്ടാവും. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. ഇനി ഇവിടെ എന്താണ് പ്രത്യേകത നോക്കുക, കോമൺ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ നോക്കുക. അപ്പോൾ 1 2 3 4 5 6 7 8 ഇങ്ങനെ, അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സാണ്. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ അടുത്ത ലൈനിൽ ഇവിടെ 4, ഇവിടെ 3 ഒക്കെ വന്നുകൊണ്ട് 3 4, അപ്പോൾ അടുത്തതിൽ 5 ആയിരിക്കും. അപ്പോൾ അടുത്ത 5 കൗണ്ടിങ് നമ്പേഴ്സ് എഴുതാം, 11 12 13 14 15. ഓക്കെ, അടുത്തതിൽ 6 എഴുതാം. അപ്പോൾ 16 17 18 19 20 21 22 ഈ രീതിയിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻസറായി. പിന്നെ റൈറ്റ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേംസ് ഓഫ് ദ 10th ലൈൻ. 10ാമത്തെ വരിയിൽ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയാൽ 10ാമത്തെ ലൈനിൽ ഉണ്ടാവുന്ന ടേംസിൽ ഫസ്റ്റ് ടേം എഴുതുക, ലാസ്റ്റ് ടേം എഴുതുക. ഓക്കെ, പിന്നെ ചെയ്യേണ്ടതാണ് ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ്. ഫസ്റ്റ് 10 ലൈൻസിലുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മ് കാണും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ്. അപ്പോൾ 1 2 3 4 1 2 3 okay 4 5 6 7 8 9 10 ഇവിടം വരെ എത്തിയിരിക്കുന്നത്. Next 2 lines we want to write. Okay, the answer for the first one is next 2 lines. Next 2 lines എഴുതുക, എന്നിട്ട് കൗണ്ടിങ് നമ്പേഴ്സ് എഴുതിയാൽ മതി. 11 12 13 14 15. അപ്പോൾ ഒന്നാമത്തെ ലൈനായി. അടുത്തത് 16 17 18 19 20 21. ഓക്കെ, അടുത്ത വരിയിൽ നെക്സ്റ്റ് ലൈന് 5 നമ്പേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ 11 to 15 വരെ. അടുത്ത ലൈനിൽ എത്ര ടേംസ് ഉണ്ടാവും, 6 ടേംസ് ഉണ്ടാവും. അപ്പോൾ 16 സ്റ്റാർട്ട് ചെയ്തിട്ട് 6 ടേംസ് ചെയ്താൽ 16 17 18 19 20 21. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്താണ്, റൈറ്റ് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ടേംസ് ഓഫ് ദ 10th ലൈൻ. 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എഴുതാൻ. ഇപ്പോൾ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും എഴുതാൻ ഇവിടെ ഫോർത്ത് ലൈനിൽ 4 നമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിയിൽ എത്ര ടേംസ് ഉണ്ടാവും, 10 ടേംസ് ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ ഈ 4th ലൈൻ വരെ ആകെ എത്ര ടേംസ് ഉണ്ട് എന്ന് നോക്കാൻ 1 + 2 + 3 + 4. ഓക്കെ, 1 + 2 3 3 + 3 6 6 + 4 10. ഇവിടുന്ന് ഇവിടം വരെ 10 നമ്പേഴ്സ് ഉണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും അവസാനത്തെ നമ്പർ ഏതാ, 10 ആണ്. അപ്പോൾ 10th ലൈനിലെ ഏറ്റവും അവസാനത്തെ നമ്പർ കണ്ടെത്താൻ എളുപ്പമാണ്. ഓക്കെ, 10th ലൈനിലെ ഫസ്റ്റ് നമ്പറും കാണണം, ലാസ്റ്റ് നമ്പറും കാണണം, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടേം in the 10th line. ഓക്കെ, 10th ലൈനിലെ ലാസ്റ്റ് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി, 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് 10 ഉണ്ടാവും. 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് 10. ഇതെന്താണ് ശരിക്കും, സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സാണ്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കാണാനുള്ള ഫോർമുല എന്താ, n × n + 1/2. നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, അതനുസരിച്ച് ഇവിടെ 10ൽ അവസാനിക്കുന്നതുകൊണ്ട് 10 × 11/2. അപ്പോൾ 10/2 5 5 ×
5 into 11 that's equal to 55. അപ്പോൾ 55 ആണെന്ത് 10th ലൈനിലെ ലാസ്റ്റ് ടേം 55. 10th ലൈനിൽ എത്ര ടേംസ് ഉണ്ടാവും? 10 ടേംസ് ഉണ്ടാവും. അപ്പോൾ 10 ടേംസിൽ ആദ്യത്തേത് ഒഴിച്ചാൽ ബാക്കി 9 ടേംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ 9 ടേംസ് 9 എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 9 എന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട് ഫസ്റ്റ് ടേം. ഓക്കെ, ലാസ്റ്റ് ടേം 55 ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. ഓക്കെ, 1 2 3 4 5 6 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ ലാസ്റ്റ് ടേം 55 ആണെങ്കിൽ ഫസ്റ്റ് ടേം കിട്ടാൻ എന്ത് ചെയ്യുക? 9 മൈനസ് ചെയ്താൽ 9 കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. കോമൺ ഡിഫറൻസ് 1 ആയതുകൊണ്ട് 9 കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 55 മൈനസ് 9 ദാറ്റ്സ് ഈക്വൽ ടു 46. അപ്പോൾ 10ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേം 46ഉം ലാസ്റ്റ് ടേം എത്രയായിരിക്കും? 55ഉം ആയിരിക്കും. ഇനി അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ ഫസ്റ്റ് ടേം. ഫസ്റ്റ് 10 ലൈൻസ്. ഓക്കെ, ആദ്യത്തെ 10 വരിയിലെ എല്ലാ ടേംസിൻ്റെയും സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോൾ ഒന്നാമത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ എത്ര ടേംസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ടേംസ് എത്രയുള്ളത്? 55 ആണ്. ലാസ്റ്റ് ടേം ഏതാണ്? അതും 55 ആണ്. നമ്പർ ഓഫ് ടേംസ് 55 ആണ്, ലാസ്റ്റ് ടേമും 55 ആണ്. അത് ഈ സീക്വൻസിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേം 1, ഇവിടെ എത്തുമ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയായി? 1 + 2 3 ആയി. ലാസ്റ്റ് ടേം ഏതാണ്? അതും 3 ആണ്. ഇവിടെ എത്തുമ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയായി? 6 ആയി. ലാസ്റ്റ് ടേം ഏതാണ്? അതും 6 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസും ലാസ്റ്റ് ടേമും രണ്ടും സെയിം ആണ് ഈ എഴുതിയിരിക്കുന്ന സീക്വൻസിൽ. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 55. സോ 55/2. ഫസ്റ്റ് ടേം 1, ലാസ്റ്റ് ടേമോ അതും 55. അപ്പോൾ ലാസ്റ്റ് ടേം 55 ആണ്, നമ്പർ ഓഫ് ടേംസും 55 ആണ്. അപ്പോൾ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ 1 മുതൽ 10ാമത്തെ വരിയിലെ ലാസ്റ്റ് ടേം വരെയുള്ള എല്ലാ ടേംസിൻ്റെയും സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n/2 ഇൻറ്റു x1 പ്ലസ് xn ദാറ്റ് ഈസ് 55/2 ഇൻറ്റു 1 പ്ലസ് 55. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 55/2 ഇൻറ്റു 1 പ്ലസ് 55 ഈസ് 56. അപ്പോൾ ഈ 56നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 55 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 55 ഇൻറ്റു 56/2. 56/2 എന്ന് പറഞ്ഞാൽ 28. ഓക്കെ, അപ്പോൾ 55ഉം 28ഉം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ദെൻ യു വിൽ ഗെറ്റ് സം ഓഫ് ഓൾ ടേംസ് ഫ്രം ദ ഫസ്റ്റ് ടേം ടു ദ ലാസ്റ്റ് ടേം. ഒന്നാമത്തെ ടേം മുതൽ അവസാനത്തെ ടേം വരെയുള്ള എല്ലാ ടേംസിൻ്റെയും സമ്മ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 4 7 10 13 16 19 22 25 28 31 എക്സെട്ര ഇങ്ങനെ ഒരു പാറ്റേൺ തന്നിരിക്കുന്നു. റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദ പാറ്റേൺ അബോവ്. ഈ പാറ്റേണിലെ അടുത്ത 2 ലൈൻസ് എഴുതണം. അപ്പോൾ അടുത്ത 2 ലൈൻസ് എഴുതുമ്പോൾ നേരത്തെ പോലെ തന്നെയുള്ള ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട്. നമ്പർ ഓഫ് ടേംസിൻ്റെ പ്രത്യേകത എന്താണ്? ഫസ്റ്റ് ലൈനിൽ 1 ടേം, അടുത്തതിൽ 2 ടേംസ്, അടുത്തതിൽ 3 ടേംസ്, അടുത്തതിൽ 4 ടേംസ്. അപ്പോൾ നെക്സ്റ്റ് 2 ലൈൻസ് എഴുതുമ്പം അടുത്തതിൽ 5 ടേംസ് ഉണ്ടാവും, അതിൻ്റെ അടുത്തതിൽ 6 ടേംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ് നോക്കുക. 4 7 10 13 16 19 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് ഈസ് 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ 3 കോമൺ ഡിഫറൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇനി 31നോട് 3 ആഡ് ചെയ്ത് ഫസ്റ്റ് നമ്പർ എഴുതുക, ഫസ്റ്റ് ടേം എഴുതുക, എന്നിട്ട് 5 ടേംസ് എഴുതുക. പിന്നെ വീണ്ടും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫസ്റ്റ് ടേം കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? 6 ടേംസ് എഴുതുക. അത് എഴുതി കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ ദ ഫസ്റ്റ് വൺ. ഓക്കെ, നോക്കാം. ഫൈനൽ ക്വസ്റ്റ്യനിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് 4 7 10 13 16 19 എക്സെട്ര ഇങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് 2 ലൈൻസ് എഴുതുമ്പോൾ 31 + 3 34
പ്ലസ് 3 37. അങ്ങനെ 5 നമ്പേഴ്സ് എഴുതുന്നു, 5 ടേംസ് എഴുതുന്നു. അടുത്തത് 46 പ്ലസ് 3 ഈസ് 49. സോ 49 ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് നെക്സ്റ്റ് ലൈൻ. ഓക്കെ, നെക്സ്റ്റ് ലൈനിലെ ഫസ്റ്റ് ടേം ഇതാണ്. പിന്നെ 3 ആഡ് ചെയ്ത് എത്ര എണ്ണം എഴുതണം? 6 എണ്ണം എഴുതണം. അപ്പോൾ 49 പ്ലസ് 3 അങ്ങനെ 6 ടേംസ് എഴുതി. അപ്പോൾ 49ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയിൽ അവസാനിക്കുന്നു? 64ൽ അവസാനിക്കുന്നു. സോ വി ഗോട്ട് നെക്സ്റ്റ് 2 ലൈൻസ്. അടുത്തത് പറയുന്നത് എന്താണ്? അടുത്തത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താ? കാൽക്കുലേറ്റ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേംസ് ഓഫ് ദ 20th ലൈൻ. 20ാമത്തെ വരിയിലെ ഫസ്റ്റ് ടേമും